എന്താ? ജയകാന്തൻ പുല്ലേപ്പള്ളിയെ കാണണം. എവിടുന്നാ? നാട്ടിന്നാ. വാ. പുല്ലേപ്പള്ളി നിന്നെ വന്നിട്ടുണ്ട്. എനിക്ക് സ്റ്റോറി പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഓൺലി ഷോർട്സ്. ഷോർട്സ് ബൈ പുല്ലേപ്പള്ളി. ഉടരുമ്പോ പറഞ്ഞേക്കാം. സത്യത്തിൽ ഞാൻ നവീൻ സാറിനെ കാണാൻ വന്നതാ. ജയകാന്തൻ വരാൻ പറഞ്ഞിരുന്നു. മനസ്സിലായി. പുല്ലേപ്പള്ളി പറഞ്ഞിരുന്നു. ആരളിയാ? മറ്റേ ജയകാന്തൻ പറഞ്ഞ നടൻ മാഷിനി. എന്താ മാഷിന്റെ പേര്? മോഹൻ. മോഹൻ. ഫസ്റ്റ് പടം തന്നെ മുടങ്ങിയല്ലേ. ജയകാന്തനും മാഷ് ഒഴികെയുള്ള ബാക്കി എല്ലാ ടീംസും ആ കേസ് കഴിഞ്ഞ പിന്നെ വെളിച്ചത്ത് വന്നിട്ടില്ല. അപ്പൊ മാഷ് വീണ്ടും അഭിനയിച്ചേ അടങ്ങൂന്നുള്ള വാശിയില്ല അല്ലേ? മാഷ് വേറെ എന്തെങ്കിലും അഭിനയിച്ചിട്ടുണ്ടോ? നാട്ടിലെ നാടകങ്ങളിലൊക്കെ. ഗ്ലബ് നാടകം യുഗാന്തരങ്ങളായി. അപ്പൊ അതാണ് ലൈൻ. വേറെ സിനിമ ഒന്നും കിട്ടിയില്ല അഭിനയിക്കാൻ? 1-2 വേഷങ്ങൾ കിട്ടിയിരുന്നു. തീരെ ചെറുതായി പോയതുകൊണ്ട്. അപ്പൊ കാര്യായിട്ടേ എന്തെങ്കിലും മാഷ് ചെയ്യൂ. ഞാൻ വീടളിയാ മാഷേ, നമ്മുടെ സ്ക്രിപ്റ്റ് വർക്ക് നടക്കുന്നേ ഉള്ളൂ. മാഷ് ഫെർണാണ്ടോ മെർലെസിന്റെ സിറ്റി ഓഫ് ഗോഡ് കണ്ടിട്ടുണ്ടോ? ഇല്ല. ഹിസ്റ്ററി ഓഫ് വയലൻസോ? ഇല്ല. വെട്ടിമൊറോ സാബ്ലോവിച്ച് അഭിനയിച്ച ഏതെങ്കിലും പടം കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇതൊന്നും കാണാതെയാണോ ഈ പരിപാടിക്ക് ഇറങ്ങിയിരിക്കുന്നത്? പഠിപ്പീരും ഈ കുടുംബ പ്രാരാബ്ദമൊക്കെ കഴിഞ്ഞിട്ട് മാഷിന് എവിടെയാ സിനിമ കാണാൻ സമയം കിട്ടാ? അല്ലേ മാഷേ? തിയേറ്ററിൽ വരുന്ന സിനിമയെ കാണും, പിന്നെ CD എടുത്ത് കാണും. പത്മരാജന്റെ സിനിമകളൊക്കെ ആയിരുന്നു കൂടുതൽ ഇഷ്ടം. ഇപ്പോഴും ഭരതനും പത്മരാജനൊക്കെ കണ്ടോണ്ടിരുന്നാ മതിയോ? നല്ല കൊറിയ പടങ്ങളും ലാറ്റിൻ അമേരിക്കൻ പടങ്ങളൊക്കെ കാണണ്ടേ? കിം കി ഡുക്ക് എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല. അതെ മാഷേ, ഞങ്ങളൊരു വയലൻ മൂഡിലുള്ള സിനിമയാണ് പ്ലാൻ ചെയ്യുന്നത്. സാറേ, എന്തെങ്കിലും ഒരു വേഷം അഭിനയിപ്പിച്ച് നോക്കിയിട്ട് ശരിയാവുമെങ്കിൽ മാത്രം മതി. ശരിയാകും സാർ. റോളൊക്കെ ഉണ്ട്. ഒരു പുതുമുഖത്തെ തന്നെയാണ് നമ്മൾ നോക്കുന്നത്. പക്ഷെ മാഷിന്റെ ഈ സാധാ ലുക്കാ പ്രശ്നം. പുല്ലേപ്പള്ളി പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തു ഇങ്ങനൊരു അപ്പിയറൻസ് ഒക്കെ ആയിട്ട് പാടാ. അപ്പിയറൻസ് ഒക്കെ എങ്ങനെ എവിടെയും ഞാൻ മാറ്റാം സാർ. അതല്ല പ്രശ്നം, മൊത്തത്തിലുള്ളൊരു സെറ്റപ്പാ. ഇങ്ങനൊരു പാവത്താ ലുക്കുള്ള കഥാപാത്രങ്ങളല്ല നമ്മുടെ സിനിമയിലുള്ളത്. കഥാപാത്രമാകാൻ വേണ്ടി എന്ത് ചെയ്യാനും ഞാൻ റെഡിയാ. മാഷ് എന്ത് ചെയ്യുന്നു ഈ പറയണത്? എന്ത് വേണമെങ്കിലും ചെയ്യാം. ഓരോ നടന്മാരുണ്ടല്ല, കഥാപാത്രങ്ങളാ വേണ്ടി സഹിച്ച കഷ്ടപ്പാടായിട്ടാണല്ല മാഷിന്റെ അബ്ബളായി പോവും. അബ്ബ് ഗ്രോട്ടോസ്കി എന്ന് പറയുന്ന സംവിധാനത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടാ? റഷ്യക്കാരനായിരുന്നു പുള്ളിക്കാരനെ. ആഴ്ചകളോളം നടന്മാരെ പട്ടിണിക്ക്. അങ്ങേര് പിന്നെ നാടകക്കാരനാണെന്ന് വെക്കാം. സിനിമാക്കാർക്ക് എന്താ കഷ്ടപ്പാടില്ലെന്നാണോ? നമ്മുടെ ഹെർസോഗ് അഗ്യുർ എന്ന പടത്തിൽ അഭിനയിപ്പിക്കാൻ ക്ലോസ്കിൻസ്കി എന്ന നടനെ 1 വർഷത്തോളം കൊടും കാട്ടിൽ ആദിവാസികളോട് താമസിപ്പിക്കാൻ വിട്ടത്. അത് എന്തിന്? ഇതേ ചെക്കനെ കണ്ടില്ലേ, വിവേക് ഒബ്റോയ്. രാം ഗോപാൽ വർമ്മ സാറിൻ്റെ അടുത്ത് ചാൻസ് ചോദിച്ചു ചെല്ലുമ്പോ മുട്ട പൊഴിഞ്ഞ പോലത്തെ മുഖമായിരുന്നു അവൻ്റേത്. ഒരുമാതിരി വെളുത്ത് തൊടുത്ത ആപ്പിളിപ്പാരി. വർമ്മ സാർ പറഞ്ഞത് പറ്റില്ല, ഇതൊരു ഗുണ്ടാപ്പടാണെന്ന്. എന്നിട്ടോ ചെക്കൻ ആരോടും മിണ്ടാതെ അന്തേരിയിലെ ഒരു ഗുണ്ടാ കോളനിയിൽ പോയിട്ട് അങ്ങോട്ട് താമസിച്ചു. ഗുണ്ടകളുടെ ഇരിപ്പും കട്ടപ്പും നട്ടപ്പൊക്കെ അങ്ങോട്ട് പഠിച്ച് വെയിലൊക്കെ കൊണ്ട് കറുത്ത് കരിവാളിച്ച് നല്ല സെറ്റപ്പായിട്ട് അങ്ങോട്ട് തിരിച്ചു തന്നു. ഓഫീസിന്റെ വാതിൽ ചവിട്ടി തുറന്ന് മേശപ്പുറത്ത് ചാടിക്കയറി വർമ്മ സാറിന്റെ നെറുകം തലയിലേക്ക് തോക്കും ചൂട്ടിട്ട് 4-5 ഡയലോഗ പടപടയെന്ന് വർമ്മ സാർ കോരി തരിച്ചു പോയിട്ട് പറഞ്ഞു, നീ തന്നെ നമ്മുടെ പടത്തിലെ ഹീറോ. അതായിരുന്നു ലെവന്റെ പെർഫോമൻസ്. മാഷിന്റെ പരുവത്തിന് പറ്റിയ റോൾ ഈ പടത്തിലില്ല മാഷ്. എന്നാ ഞാൻ ഇനി ഒരിക്കൽ വരാം. വേണ്ട, ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചോളാം. ശരി. മോഹൻ നിങ്ങൾ നടനാവണമെന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതായിരിക്കും.